നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. അങ്ങനെ ഒടുവിൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ പൗരുഷം ഉണർന്നു. ഇനി ഇത് സഹിക്കാൻ കഴിയില്ല. അടിച്ചാൽ തിരിച്ചടിക്കും. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, ചോരയ്ക്ക് ചോര. അതാണ് നയം. ബംഗ്ലാദേശിൽ വലിയ രീതിയിൽ ഹിന്ദു പ്രക്ഷോഭം നടക്കുകയാണ്. അവിടെ നമുക്കറിയാം, ഒരു സന്യാസിയെ, ഇസ്കോണിൻ്റെ ഒരു സന്യാസിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിട്ട് മാസങ്ങളായി. ഇതുവരെ അദ്ദേഹത്തിന് ജാമ്യം പോലും കൊടുത്തില്ല. അതൊക്കെ ഹിന്ദുക്കൾ സഹിച്ചു. നിരവധി ഹിന്ദുക്കളെ പതിയിരുന്നും മറ്റുമൊക്കെ ആക്രമിച്ച്, അല്ലെങ്കിൽ ആൾക്കൂട്ട ആക്രമണത്തിലൂടെ നിരവധി ഹിന്ദുക്കളെ അവിടെ കൊലപ്പെടുത്തി. അപ്പോഴും ഹിന്ദുക്കൾ പ്രതിഷേധിച്ചില്ല. നാമമാത്രമായ പ്രതിഷേധങ്ങൾ മാത്രമേ ഉയർന്നുള്ളൂ. അവർ ബംഗ്ലാദേശിലെ നിയമം അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. എന്തായാലും മുഹമ്മദ് യൂനസ് സർക്കാർ അവിടെ നിന്ന് മാറി തെരഞ്ഞെടുപ്പ് നടന്ന് പുതിയ സർക്കാർ അധികാരമേറ്റതിനു ശേഷം ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങൾ കുറയും എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ അങ്ങനെയല്ല. ഹിന്ദുക്കളെ ഒളിഞ്ഞും തെളിഞ്ഞും ബംഗ്ലാദേശി ജമാഅത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ മറ്റ് ഇസ്ലാമിക ഭീകര സംഘടനകളും തീവ്രവാദ ഗ്രൂപ്പുകളും ഒക്കെ ആക്രമിക്കുന്നു, ഹിന്ദുക്കളെ വേട്ടയാടുന്നു, ഹിന്ദു സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുന്നു. ഇത് ബംഗ്ലാദേശിൽ അനസ്യൂതം തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ അവിടുത്തെ ഹിന്ദുക്കൾ പരമപവിത്രമായി കരുതുന്ന ചില ക്ഷേത്രങ്ങളുണ്ട്. അതിലൊരു ക്ഷേത്രത്തിനോട് അനുബന്ധിച്ച്, അതായത് ഗൈബന്ധയിലെ പലാഷ് ബാരി എന്ന് പറയുന്ന അവിടുത്തെ ക്ഷേത്രം, അവിടെ ഒരു വലിയ രാമപ്രതിമ പണിതുയർത്തുന്നുണ്ട്. ആ രാമപ്രതിമ ഏതാണ്ട് 15.6 കോടി രൂപയുടെ പദ്ധതിയാണ് അത്. വെറും പ്രതിമ മാത്രമല്ല, അതിൻ്റെ ഏതാണ്ട് 80% പൂർത്തിയായി. വളരെ കൂറ്റൻ ഒരു രാമപ്രതിമയാണ് പണിതുയർത്തുന്നത്. 80% പണി പൂർത്തിയായി കഴിഞ്ഞു. അതൊരു വലിയ പിലിഗ്രിം ടൂറിസത്തിൻ്റെ സെൻറ്റർ കൂടിയായി മാറുകയാണ്. അവിടെ ബംഗ്ലാദേശിൽ നിന്ന് മാത്രമല്ല, ബംഗ്ലാദേശിന് പുറത്തുള്ള ഹിന്ദുക്കൾ പോലും അവിടേക്ക് തീർത്ഥാടനം നടത്തും എന്നാണ് കരുതപ്പെടുന്നത്. ഇസ്കോൺ പോലെയുള്ള സംഘടനകൾക്ക്, ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന് ബംഗ്ലാദേശിൽ അത്യാവശ്യം സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിന് പുറത്തുള്ള ഹിന്ദു തീർത്ഥാടകരടക്കം, അത് പല വിദേശ രാജ്യങ്ങളിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല മറ്റു പല വിദേശ രാജ്യങ്ങളിൽ നിന്നും തീർത്ഥാടകർ അവിടെ എത്തുമെന്നാണ്, ഈ പലാഷ് ബാരിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് ബംഗ്ലാദേശിന്, ആ രാജ്യത്തിന് നല്ലൊരു വരുമാന മാർഗം കൂടി ആകും. അത് ഹിന്ദുക്കൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം അവിടെ ഉണ്ട്. ആ ആരാധനാ സ്വാതന്ത്ര്യം വിനിയോഗിച്ച് നിയമാനുസൃതമാണ് അവർ ആ പ്രതിമ നിർമ്മിക്കുന്നത്. മാത്രമല്ല, കൃഷ്ണൻ്റെയും ശിവൻ്റെയും വിഗ്രഹങ്ങൾ, കൂറ്റൻ വിഗ്രഹങ്ങൾ, പ്രതിമകൾ ഈ അർത്ഥത്തിൽ നിർമ്മിക്കാൻ അവർ ആലോചിക്കുന്നുണ്ട്. അതിന് ആഗോള വ്യാപകമായിട്ട് തന്നെ ഫണ്ട് ചെയ്യാൻ പലരും മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇസ്കോൺ പോലെയുള്ള പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ അറിയുന്നത്. എന്തായാലും അങ്ങനെ ഒരു പ്രതിമ നിർമ്മാണവുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ, ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല, ഒരു മൗലവിയാണ് ഈ പ്രതിമയ്ക്കെതിരെ ആദ്യം രംഗത്ത് വന്നത്. അത് തകർക്കണം എന്നായിരുന്നു ആ മൗലവിയുടെ ആഹ്വാനം. ഈ പണി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ആ പ്രതിമ ഏത് വിധേനയും തകർക്കണം എന്ന ഈ മൗലവിയുടെ ആഹ്വാനം മുഖവിലക്കെടുത്തുകൊണ്ട് അവിടെ ജമാഅത്ത് ഇസ്ലാമിയും മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകളും രംഗത്ത് വന്നു. വലിയ രീതിയിൽ ക്യാമ്പയിൻ ആരംഭിച്ചു. അവിടെയുള്ള മുസ്ലിങ്ങളെ ഇളക്കി വിട്ട് ഈ പ്രതിമാ നിർമ്മാണത്തിനെതിരെ, ഹിന്ദുക്കളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിനെതിരെ വളരെ ശക്തമായ പ്രക്ഷോഭവും പ്രതിഷേധവും ഒക്കെ അവിടെ അരങ്ങേറി. പലപ്പോഴും അത് വലിയ സുരക്ഷാ ഭീഷണി ഉയർത്തി. ഈ ക്ഷേത്ര പരിസരത്തും ആ ക്ഷേത്രത്തിനും ഈ പ്രതിമയ്ക്കും, 80% നിർമ്മാണം പൂർത്തിയായ പ്രതിമയ്ക്കും ഒക്കെ വലിയ ഭീഷണിയാണ് അത് ഉയർത്തിയത്. അവിടുത്തെ ഹിന്ദുക്കൾ വളരെ നിയമത്തിൻ്റെ മാർഗം സ്വീകരിച്ചുകൊണ്ട് വളരെ സമാധാനത്തോടുകൂടി സർക്കാരിനും മറ്റും പോലീസിലടക്കം പരാതി കൊടുത്തു, സർക്കാരിനും പരാതി കൊടുത്തു. പക്ഷേ എന്തുകൊണ്ടോ ഈ മുഹമ്മദ് യൂനസിനെ മാറ്റി അവിടെ പുതുതായി ജനാധിപത്യത്തിലൂടെ അധികാരത്തിലേറിയ സർക്കാർ അതിനെ കണ്ടതായിട്ട്, ആ പരാതി കണ്ടതായിട്ടോ കേട്ടതായിട്ടോ ഭാവിച്ചില്ല. ഒരു പരിഗണനയും ഹിന്ദുക്കൾക്ക് നൽകിയില്ല. അവർ വീണ്ടും സർക്കാരിനെ സമീപിച്ചു. ഫലം തദൈവ. ഒരു തരത്തിലും അവരുടെ നിവേദനം, അവരുടെ ആവലാതി കേൾക്കാൻ സർക്കാർ തയ്യാറായില്ല. ഒടുവിൽ എല്ലാ
മാർഗങ്ങളും അടഞ്ഞപ്പോൾ ഹിന്ദുക്കൾ തെരുവിലിറങ്ങി അതിശക്തമായ പ്രതിഷേധവും പ്രക്ഷോഭവുമായിട്ട്. പക്ഷേ അപ്പോഴും അവർ ബംഗ്ലാദേശിൻ്റെ പൊതുമുതൽ നശിപ്പിക്കാനോ നിരപരാധികളെ ആക്രമിക്കാനോ ഒന്നും തുനിഞ്ഞിട്ടില്ല. സമാധാനപരമായി അഹിംസാ മാർഗത്തിലാണ് അവർ അവിടെ സമരം ചെയ്യുന്നത്. ഇപ്പോൾ സത്യത്തിൽ ബംഗ്ലാദേശിലെ ധാക്കയിലടക്കം പ്രധാന തെരുവുകളിലൊക്കെ ഹിന്ദുക്കൾ കൂട്ടം കൂട്ടമായിട്ട് വന്നെത്തി പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയാണ്. അതായത് വളരെ ചെറിയ, നമുക്കറിയാം അവിടെ ഏതാണ്ട് 7% മറ്റുമേ അവിടെ ഹിന്ദുക്കൾ ഉള്ളൂ. ആ 7% ഹിന്ദുക്കളും ഒന്നടങ്കം തെരുവിലിറങ്ങിയിരിക്കുകയാണ്. അത് കേവലം ഒരു പ്രതിമയുടെ കാര്യത്തിൽ, ഒരു ശ്രീരാമ പ്രതിമ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മാത്രമല്ല, തങ്ങൾക്ക് ഇനി ഇത്തരത്തിലുള്ള ദുരിതപൂർണമായ ആക്രമണങ്ങൾ നേരിടാൻ കഴിയില്ല. ഇനി തങ്ങളെ ഒരു തരത്തിലും ആരും ഉപദ്രവിക്കാൻ പാടില്ല, തങ്ങളുടെ സ്ത്രീകളെ മാനഭംഗം ചെയ്യാൻ പാടില്ല, അവരുടെ സ്വൈര ജീവിതത്തിന് ഹാനിയുണ്ടാക്കാൻ പാടില്ല, എന്തു വില കൊടുത്തും ഞങ്ങൾ ഇതിനെ എതിർക്കും എന്ന ഒരു സന്ദേശം നൽകിക്കൊണ്ടാണ് അവിടെ ഹിന്ദുക്കൾ തെരുവിലിറങ്ങിയിരിക്കുന്നത്. അത് സത്യത്തിൽ ബംഗ്ലാദേശ് സർക്കാരിനെ ആകെ ഭയപ്പെടുത്തിയിട്ടുണ്ട്, പിടിച്ചുലച്ചിട്ടുണ്ട്. ഹിന്ദുക്കൾ ഇത്രയേറെ ഐക്യത്തോടുകൂടി, നമുക്കറിയാം ഹിന്ദുക്കളിൽ ജാതി വ്യവസ്ഥിതിയുണ്ട്, ജാതീയമായ വേർതിരിവുകളുണ്ട്. പക്ഷേ ആ ജാതീയമായ വേർതിരിവുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഹിന്ദുക്കൾ ഐക്യത്തോടുകൂടി ഒന്നടങ്കം ധാക്കയിലടക്കം തെരുവിലിറങ്ങിയിരിക്കുകയാണ്. ഇത് ഹിന്ദുക്കൾ മാത്രമല്ല, അവിടുത്തെ ബുദ്ധമത വിശ്വാസികളും ഇവിടുത്തെ സിഖ് മതാനുയായികളും അതുപോലെ തന്നെ ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികളും ഇതിന് വലിയ പിന്തുണ നൽകുന്നുണ്ട്. കാരണം ഇനിയും ഇത് സഹിക്കാൻ കഴിയില്ല. അവിടുത്തെ മുസ്ലിം ഭൂരിപക്ഷ ജനത ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന ഈ വിവേചനം, വേർതിരിവ്, ക്രൂരത, പൈശാചികത ഇനി ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ബംഗ്ലാദേശ് സർക്കാർ ശക്തമായ നടപടികൾ എടുക്കണം. നിയമം മൂലം നിയമവാഴ്ച ഉറപ്പുവരുത്തി ആ നിയമം ഉപയോഗിച്ച് ഹിന്ദുക്കളെ സംരക്ഷിക്കണം, ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണം എന്നുള്ളതാണ് ഹിന്ദുക്കളുടെ ആവശ്യം. വളരെ ശക്തമായ പ്രക്ഷോഭം കണ്ടിട്ട്, ഉണർന്നു വരുന്ന ഹിന്ദു പൗരുഷം കണ്ടിട്ട് ബംഗ്ലാദേശ് സർക്കാർ തന്നെ അങ്കലാപ്പിലാണ്. എന്തായാലും ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന വാർത്തകൾ ഒരു പോസിറ്റീവാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഹിന്ദുക്കളുടെ ഈ കൂറ്റൻ പ്രതിഷേധത്തെ, പ്രക്ഷോഭത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ ഇനി ബംഗ്ലാദേശ് സർക്കാരിന് കഴിയില്ല. അവിടുത്തെ ഭൂരിപക്ഷം ജനത ഇനി ഹിന്ദുക്കളെ ആക്രമിക്കാൻ, തൊടാൻ ഒന്നും മടിക്കും എന്നാണ് പൊതുവെ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ശ്രീരാമ വിഗ്രഹത്തിന് ഇതുവരെ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി ഭാവിയിൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് അറിയില്ല. കാരണം എന്ത് നിഷ്ഠൂരമായ പ്രവൃത്തിയും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാർ, ഒരു കൂട്ടം ഭീകരന്മാർ ബംഗ്ലാദേശിലുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് അവരെ കുറച്ചു കാണാൻ പാടില്ല. ഈ കാര്യത്തിൽ ബംഗ്ലാദേശ് സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിക്കും, നടപടികൾ സ്വീകരിക്കും എന്നാണ് പൊതുവെ ഇന്ത്യ ഗവൺമെൻറ്റും ഒക്കെ കരുതുന്നത്. ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ പ്രക്ഷോഭത്തെ വളരെ ജാഗ്രതയോടും ശ്രദ്ധയോടും ഇന്ത്യ ഗവൺമെൻറ്റും നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗവും ഒക്കെ നോക്കിക്കാണുന്നുണ്ട്. അവർ അതിനെ നിരീക്ഷിക്കുന്നുണ്ട്. ഭാവിയിൽ എന്താണ് സംഭവിക്കുക എന്നറിയാൻ കാത്തിരുന്ന് കാണുകയേ നിർവാഹമുള്ളൂ.